അങ്ങനെ പഴയ പള്ളി കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തു നമ്മുടെ സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്താറായിരുന്ന ഗൂഗിൾ മാപ്സ് കാണിക്കുന്നുള്ളത്. ഏതായാലും മുൻപത്തെ വീഡിയോ കാണാത്തവർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സിദ്ര ഹെറിറ്റേജ് ഡിസ്ട്രിക്ട് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് റീഡയറക്റ്റ് ആവും. കംപ്ലീറ്റ് പഴയ ഒരു ഏരിയ, നമ്മുടെ നാട്ടിൻപുറത്തെ പോലെ ഉണ്ട്. അതായത് റോഡ് ടാറൊന്നുമില്ല, പിന്നെ ആൾക്കാരൊക്കെ പോകുന്നത് കാണുന്നില്ല. പഴയ ഒരു ഇവിടെ സാധാരണക്കാർ, അതായത് കർഷകരൊക്കെ ആയിട്ടുള്ള ഒരു പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ വെച്ചിട്ട് വരുമ്പോൾ ആ പള്ളിയാണ് ഞങ്ങൾക്ക് കണ്ടത്. അങ്ങനെ ആ പള്ളിയിലേക്ക് കയറണം. ഇതായിരിക്കും ആ പള്ളിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടുത്തെ ഫുള്ള് പഴയ പൊളിഞ്ഞ സ്ട്രക്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എല്ലാം പൊളിഞ്ഞിട്ട് ഏകദേശം എല്ലാം പോയ ഒരു സ്ഥിതിയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ചെറിയ പള്ളി മാത്രം കാണുന്നുണ്ട്, പഴയ സ്റ്റൈലിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ജനൽ ആ ഒരു സിസ്റ്റം എല്ലാം ആയിട്ട് മണ്ണ് കൊണ്ട് മതിലാക്കിയ ഒരു പള്ളി. അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. ഈ സ്ഥലം കാണുമ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പ്രദേശം തോന്നുന്നു, വളരെ കുറവ് ആൾക്കാരൊക്കെ. അതുകൊണ്ടായിരിക്കും ഈ പഴയ പള്ളി, ചെറിയ പള്ളി, കുറച്ച് ആൾക്കാരുണ്ടാവും തോന്നുന്നു. എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഡോറാണ്, നമ്മുടെ മരത്തിൻ്റെ ഡോർ വെച്ചിട്ടാണ് എൻട്രൻസ് ഉള്ളത്. പഴയ ഒരു പള്ളി, ചെറിയൊരു പള്ളി. മസ്ജിദ് ലുലയ്യ അത്തുറാത്തി എന്നാണ് പള്ളിയുടെ പേര്. 1960 ഈ പള്ളി ഉണ്ടാക്കിയത്. പള്ളി പൊളിഞ്ഞിട്ട് വീണ്ടും 2010 റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലുള്ളത്. ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ പഴയ തരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മരം വെച്ചിട്ടാണ് റൂഫിങ് ചെയ്തിട്ടുള്ളത്. നടുക്കൊരു കിണറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന ഒരു കിണർ ഉണ്ടാക്കിയത് മിഡിലായിട്ട് ടാപ്പൊക്കെ ഒരു ചെറിയ പള്ളിയാണ്. നല്ല ബ്യൂട്ടിഫുൾ. ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല. പള്ളിയുടെ ഉൾവശം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ചെറിയ പള്ളി, റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് 4 സഫുകൾ മാത്രമേ ഉള്ളൂ. 4 സഫുകളുള്ള പള്ളി. ടോപ്പ് മൊത്തം മരങ്ങൾ, അതായത് നമ്മുടെ സാധാരണ മരം വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ളത് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഈന്തപ്പന ഓല നെയ്ഞ്ഞിട്ട് സ്ട്രാൻഡ്സ് ആക്കിയിട്ട് വെച്ചിട്ടാണുള്ളത്. പിന്നെ മുകളിലും അതേപോലെ പഴയതുള്ള ലൈറ്റ് സിസ്റ്റംസൊക്കെ അതേപോലെ തൂക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പള്ളി മതിലൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പഴയ മണ്ണിൻ്റെ മതിലിലേക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അത് പഴയ അതേപോലെ ഒരു മാറ്റവും ഇല്ലാത്ത പഴയ ഉണ്ടായിരുന്ന അതേ സിസ്റ്റമിനെ അതേപോലെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാ ഞങ്ങൾ കാണാൻ വന്നത് ഇതല്ല. UAE ആദ്യത്തെ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിതല്ല, അത് ഇതിനേക്കാളും പഴക്കമുള്ളതാണെന്ന് മനസ്സിലായി. അത് കുറച്ചും കൂടി പോകണം എന്ന് പറഞ്ഞിട്ട്. അത് ഫുജൈറയിലാണ്. നേരാണ് അവിടുത്തെ ഇമാമ് പറഞ്ഞത്. ഇവിടത്തിന്റെ ബാക്ക് സൈഡ് തന്നെ ഒരു പഴയ ഒരു വില്ലേജ് ഉണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഹെറിറ്റേജ് വില്ലേജ്, സിദ്ര എന്നൊരു വില്ലേജ് ആണിത്. അപ്പോൾ അതിന്റെ കാഴ്ചകൾ കൊടുക്കുന്ന കാണാം. ഇത് ഓപ്പൺ ആണ്, ആർക്കും വേണമെങ്കിലും വരാം. ആക്സസ് ആണ്, ഫുൾ ടൈം ആക്സസ് ആണ്. അതേപോലെ ട്രാവൽ ഗൈഡും കൂടി ഉണ്ട്. ഒരു അറബ് ഉണ്ടായിരുന്നു ഇവിടെ, അവര് ഗൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആക്സസ് ഉണ്ട്, ഫുൾ ടൈം നമുക്ക് വരാൻ പ്രശ്നമൊന്നുമില്ല. അതായത് നമുക്ക് അതിന്റെ മൊത്തം കാണാം. ലൈബ്രറി 1970 മുതൽ 2020 വരെയുള്ള എല്ലാ ബുക്കും ഇവിടെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഹിസ്റ്ററി, കൾച്ചർ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയി തരുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. ബുക്സ് വായിക്കുന്നവർക്ക് വന്നിട്ട് വായിക്കാം. ഇവിടെ എത്ര നേരം ഇരുന്നിട്ട് വേണമെങ്കിൽ ഇരിക്കാനുള്ള ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരുന്നിട്ട് വായിക്കാം. അതേപോലെ ബുക്ക് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകാനും പറ്റും. സെയിലിനുള്ളതും കൂടിയാണ്. ഇതൊക്കെ ഇവിടെ പഴയ ഹെറിറ്റേജിന്റെ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇത് 50 ദിർഹംസിന്. അതേപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ 100 ദിർഹംസിനാണ് ഈ ഒരു ഹെറിറ്റേജ്, ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ്, ഷാർജ ഫോർട്ട്, അതിന്റെ മോഡൽ 100 ദിർഹംസിനാണ് ഇതിന്റെ പ്രൈസ്. അതേപോലെ എല്ലാത്തിനും പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് 75 ദിർഹംസിന്. സെയിം അതിനൊരു മിനിയേച്ചർ ആണ്, ഷാർജ ഫോർട്ടിൽ ഒരു മിനിയേച്ചർ. അപ്പൊ ടൂറിസ്റ്റ് വന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങാൻ പറ്റും. ഓപ്പൺ ടു ടൂറിസ്റ്റ് ആണ് ഇത്. പഴയ റെസ്റ്റോറന്റ് ആൻഡ് കഫേയുടെ മോഡൽ വാ നോക്കാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇസ്ത്ര ഇല്ല, ഇസ്ത്രന്റെ സെറ്റപ്പിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതേപോലെ ഒരു ചെറിയ ഒരു നമ്മുടെ ഐസ്ക്രീമിന്റെ ഒക്കെ കൗണ്ടർ. ഇത് നമ്മുടെ നാട്ടിലുള്ളത്, എന്റെ തറവാട് വീട്ടിലുള്ള ഇതേ സ്റ്റൈലാണ് സെറ്റപ്പ് ഉള്ളത്, മരം വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇസ്ത്ര പോലെ, അതായത് ഇരിക്കാനുള്ള ഏരിയ, ഗ്രൗണ്ടിൽ നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് എല്ലായിടത്തും മെയിനായിട്ട് ഈ റൂംസിലൊക്കെ ഉള്ളത്. ഇത് ലേഡീസിന്റെ റൂമാണ്.
പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും വിളക്ക് തൂക്കി വെച്ചിട്ടുണ്ടാവില്ല, അതേപോലെ ഇപ്പോഴും വിളക്ക് അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സാലിം ബിൻ അബ്ദുള്ള അൽ നഖ്ബീസ് ഹൗസ്, പഴയ ഒരു വീടിന്റെ സ്റ്റൈൽ. ഇവിടെ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ, വലതുവശത്തും ഇടതുവശത്തും രണ്ട് സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് ഉള്ളത്. ഈ സൈഡിൽ ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്, അതേപോലെ റൈറ്റ് സൈഡിൽ. ഇത് പഴയ ഒരു വീടിൻ്റെ സ്റ്റൈലാണ്, പഴയ കാലത്ത് എങ്ങനെയായിരുന്നു വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൈഡിൽ കിച്ചൺ ഉണ്ട്, കിച്ചൻ്റെ സൈഡിലായിട്ട് ഇവിടെ കാണുന്നത് കിച്ചണാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ കിച്ചൻ്റെ തൊട്ടടുത്ത് കിണറുണ്ട്, അതേപോലെ കിണറിൻ്റെ സൈഡിലായിട്ട് ടാങ്കിൽ നിന്നാണ് വെള്ളം ടാപ്പിൽ വരുന്നത്. അതായത് പഴയ കാലത്ത് നമ്മുടെ ഹൈറ്റിൽ ടാങ്കിലല്ലോ, ഗ്രൗണ്ട് ലെവലിലായിരിക്കുമല്ലോ ടാങ്ക്. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് മുകളിലുള്ള വെള്ളം മാത്രമേ വരുള്ളൂ. ആ കിണർ വലിയ വ്യത്യാസമൊന്നുമില്ല, കിണർ ഗ്രില്ലിട്ടിട്ടുണ്ട്, അതിൽ വെള്ളമുണ്ട്, മോട്ടറൊക്കെ ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് ടോയ്ലറ്റാണ്. പഴയ കാലത്തെ ടോയ്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് സിമെൻറ്റ് കൊണ്ടുള്ള സ്ട്രക്ചർ ആക്കിയിട്ട് അവിടെ ഹോൾസ് ആണ്, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പോലെ സെറാമിക് ക്ലോസറ്റ്സ് ഒന്നും അന്നേരമില്ല. ഇങ്ങനെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രക്ചറായിരുന്നു അവർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ വീട് എന്ന് പറയുമ്പോൾ 4 ചുമരിൻ്റെ ഉള്ളിൽ 2 സൈഡിൽ കിച്ചണായിട്ട് പിന്നെ ഒരു വലിയ ഏരിയ, ഫുൾ ഓപ്പൺ ഏരിയ ആണ്. ഒരു നമ്മുടെ മുറ്റം, വലിയ മുറ്റം എന്ന് പറയാം. പിന്നെ വീട് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രെച്ചിലാണുള്ളത്. അത് വലിയ സിറ്റ് ഔട്ട്, കോമൺ ആയിട്ടുള്ള ഒരു വലിയ സിറ്റ് ഔട്ട് ഉണ്ട്. ഇപ്പം നിലവിൽ ഓരോ റൂമിനും ഓരോ പേരിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിവിടെ സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിൽ പഴയ കാലത്തെ സ്വിച്ചാണ് ഇപ്പോഴുള്ളത്, ഈ ഓൺ ഓഫ് ഒക്കെ ചെയ്യുന്നത്. ഇത് പ്രൊജക്ട് റൂമാണ്. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട്, ഹിസ്റ്ററീസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മോളുവശം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ പോലത്തെ മരത്തിൻ്റെ സ്റ്റൈലാണുള്ളത്, മരമൊക്കെ ചെയ്തിട്ട്. पहला हाउस ऐसा था, अभी नया करके ऐसा बना है। ये दूसरा हाउस पहला ये ऐसा था, अभी ऐसा बना है। हम अभी किधर है? अभी ये जगह में है। ये जगह में अभी हम ये टैंक है ना, ये टैंक दिख रहा है, दरवाजा है। ये कितना साल पुराना है ये सब? ये मुमकिन उधर देखो 50 साल से ज्यादा होगा ना। 1970 का है। 1970 का है। अच्छा, तो वो അത് 1970 ഉണ്ടായിരുന്ന സിറ്റിയുടെ പ്ലാന് നിലവിൽ 1921 ആവുമ്പോൾ ഇങ്ങനെ ആയിരുന്നു. അതായത് സിറ്റി എക്സ്പാൻഷൻ ആണ് കാണിക്കുന്നത് 2016 പിന്നെ 2021 എമിറേറ്റ്സ് ക്രാഫ്റ്റ് സെന്റർ. ഇവിടെ ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു വീടിൻ്റെ നെക്സ്റ്റ് വീടാണ്. ഇവിടെയും വാഷ്റൂം ഉണ്ട്. അതേപോലെ തന്നെ കയറിയിട്ട് പോകുമ്പോൾ നമുക്ക് പുറത്തൊരു ബോട്ട് കാണുന്നുണ്ട്, ബോട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോട്ട് പക്ക ഫിഷിംഗ് ബോട്ടിൻ്റെ സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ ഫിഷിംഗ് ബോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണുന്ന ഒരു ചെറിയൊരു മീനിൻ്റെ വല ഉണ്ട്. അത് മെയിൻലി ഇവർ അറബ്സ് ഫിഷിംഗ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ സൗദിയിലും കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇത് കുറച്ച് ദിവസം ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ മീൻ കയറും, എന്നിട്ട് അങ്ങനെ പിടിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇവിടെ അതേപോലെ കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. അതായത് എല്ലാം അവരെ സീറ്റിംഗ് ഏരിയ, പുറത്ത് പുറത്തിരിക്കുന്ന ഏരിയ ഇല്ല. അതേപോലെ ഉള്ളിൽ എയർ കണ്ടീഷനൊക്കെ ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയ, അതായത് ഹാള്, കോൺഫറൻസ് ഹാൾ എന്നൊക്കെ പറയുന്നില്ല, അതേപോലെയാണ് എല്ലാ റൂമിലും ഉള്ളത്. പുറത്തിറങ്ങുമ്പോൾ അവിടെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് കാർ പാർക്കിംഗ് ഏരിയ ആണ്. കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ ഓല കൊണ്ടൊക്കെ നെയ്ഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇതില്ലേ ഷെഡൊക്കെ, അതേപോലെ ഷെഡ് ലൈനിൽ ഷെഡ്സ് ചെയ്തിട്ട് അതിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. അത് കറക്റ്റ് ഒരു പഴയ കാലത്ത് അതേ ഒരു സിസ്റ്റമിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈന്തപ്പന പോലെ നെയ്ഞ്ഞ് വെച്ചിട്ട് ആണ് കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഇത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, അതേപോലെ ലെഫ്റ്റ് സൈഡിലും കൂടി ബിൽഡിംഗ് ഉണ്ട്. ഇതൊരു പഴയ വീടിന്റെ സെറ്റപ്പ്. ഫസ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ കല്ലിന്റെ കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഇവിടുത്തെ മണ്ണ് നിറച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധാരണ ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കാറ് പഴയ കാലത്ത്. എന്നാൽ ഇവിടെ ചെറിയ ചെറിയ പീസ് സാധാരണ കിട്ടുന്ന എല്ലാ കല്ലും വെച്ചിട്ട് യൂണിഫോം ആയിട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ബാക്കി ഉള്ളിലും കൂടി നോക്കാം എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു. ഒരു വീടിന്റെ എല്ലാ ഇതും ഉണ്ട് ഇവിടെ. ആ സൈഡിൽ ടോയ്ലറ്റ് പഴയ കാലത്ത് പുറത്തായിരുന്നല്ലോ, ദൂരാണ് ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഏരിയ. അപ്പൊ നമുക്ക് വീട് നോക്കാം. ഇവിടെ ഒരു ഇരിക്കാനുള്ള ഏരിയ, പുറത്തുള്ളൊരു ഏരിയ. അത് ഈന്തപ്പന ഓല നെയ്ഞ്ഞിട്ട്, നമ്മൾ സാധാരണ നെയ്ഞ്ഞിട്ടാണ് ഉണ്ടാക്കല്. അതായത് നമ്മൾ ഓല കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നെയ്ഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇവരെ നെയ്തിട്ടല്ല ചെയ്യുന്നത്, അത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മൊത്തം.
ഭയങ്കര പഴയതാണ്, അത് റീസ്റ്റോർ ചെയ്താണ്. ആ ഗൈഡ് നേരത്തെ പറഞ്ഞ പോലെ റീസ്റ്റോർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ പഴയതായതുകൊണ്ട് ഏകദേശം പൊളിഞ്ഞു വീഴുന്ന ആ ഒരു സ്റ്റൈലാണുള്ളത്. കമ്പൗണ്ട് ഒക്കെ ഫുൾ ഇത് റീസ്റ്റോർ ചെയ്ത ഭാഗമാണ്. അതേപോലെ റീസ്റ്റോർ ചെയ്യാത്ത ഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തം ഒരു പഴയ ആ ഒരു ഇത് ടച്ച് തന്നെ ഉണ്ട്. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസ്റ്റോർ ചെയ്യുന്നത്. പഴയ കാലത്ത് ആ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചയിലേക്ക് എത്തിപ്പെട്ടത്. ഏതായാലും എനിക്ക് നന്ദി പറയാനുള്ളത് ആ പള്ളിയുടെ ഉസ്താദാണ്. അദ്ദേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത് നോക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും അടുത്തൊരു പള്ളിയും കൂടി ഉണ്ട്. അത് മുകളിലേക്കൊക്കെ കയറാൻ പറ്റുന്ന പള്ളി, 1970 ആ ഒരു സമയത്തുള്ള പഴയ പള്ളി, മോർ ദൻ 60 ഇയേഴ്സിന്റെ പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാൻ പോകണമെന്നുണ്ട്. ഏതായാലും ഈ വീഡിയോ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ അപ്കമിംഗ് വീഡിയോ. ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.